വിഷം കഴിച്ച നിലയിൽ കാണപ്പെട്ട വയനാട് DCC ട്രഷറർ എൻ.എം. വിജയൻ മരണപ്പെട്ടു. എൻ.എം. വിജയന്റെ മകൻ ജിജേഷും ഇന്ന് വൈകിട്ട് മരിച്ചിരുന്നു. ജിജേഷിനെയും പിതാവ് എൻ.എം. വിജയനെയും ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വിഷം അകത്ത് ചെന്ന നിലയിൽ വീട്ടിൽ കാണപ്പെട്ടത്. വയനാട് DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മകനും വിഷം കഴിച്ച നിലയിൽ ആയിരുന്നു. ഇന്ന് വൈകിട്ടോടെ മകൻ ജിജേഷ് മരിച്ചിരുന്നു. ചൊവ്വാഴ്ചയാണ് ഇരുവരെയും വിഷം അകത്ത് ചെന്ന നിലയിൽ വീട്ടിനുള്ളിൽ കാണപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. മകൻ ജിജേഷ് വൈകുന്നേരം മരിച്ചു. ഇപ്പോൾ DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണവും സ്ഥിരീകരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുവരെയും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അനൂപ് കെയർ ചേരുകയാണ്. അനൂപ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് DCC ട്രഷറർ എൻ.എം. വിജയനെയും അതോടൊപ്പം മകനെയും വിഷം അകത്തു ചെന്ന നിലയിൽ ഗുരുതരാവസ്ഥയിൽ വീട്ടിൽ കണ്ടെത്തിയത്. മൂത്ത മകൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇത് കണ്ടത്. അതേ തുടർന്ന് ആദ്യം ബത്തേരി ആശുപത്രിയിലേക്ക് എത്തിച്ചു, ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ നില ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് കൊണ്ടുപോവുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരമായ സാഹചര്യത്തിലായിരുന്നു ഇരുവരും ചികിത്സയിൽ കഴിഞ്ഞത്. ഇതിൽ എൻ.എം. വിജയൻ വെന്റിലേറ്ററിലുമായിരുന്നു കഴിഞ്ഞത്. മകൻ ആരോഗ്യനില തീർത്തും വഷളായ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. എന്നാൽ മകൻ ജിജേഷ് ഇന്ന് വൈകിട്ടോടുകൂടി മരണപ്പെടുകയായിരുന്നു. തുടർന്ന് ആണ് ഇപ്പോൾ എൻ.എം. വിജയന്റെയും മരണം സംഭവിച്ചിരിക്കുന്നത്. നിരവധി തവണ ജീവിതത്തിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുവെങ്കിലും അത് ഫലം കണ്ടില്ല. അദ്ദേഹം ഈ വിധത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് ഇരുവരെയും ഈ വിധത്തിൽ വീട്ടിനുള്ളിൽ വിഷം അകത്തു ചെന്ന നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം ആ ഘട്ടത്തിൽ വലിയ വിവാദമാവുകയും ചെയ്ത ഒരു സംഭവമാണ്. ഈ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അഴിമതി നടന്നുവെന്നും അത്തരത്തിൽ നിയമനങ്ങൾ വാഗ്ദാനം ചെയ്ത് നടത്തിയ പണമിടപാടുകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എൻ.എം. വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നത് സംബന്ധിച്ചൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗാർത്ഥികൾ സമീപ ദിവസങ്ങളിൽ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും ചില തർക്കങ്ങൾ അവിടെ നടന്നിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് അത്തരം ചില സാഹചര്യങ്ങൾ കൂടി ഈ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലുണ്ടെന്ന സംശയം ആ വിധത്തിൽ ബലപ്പെടുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുകയും എല്ലാം ഉണ്ടായി. ഏതായാലും ഈ ആത്മഹത്യ ശ്രമം നടന്നൊരു പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ച് പോലീസ് ഒരു പ്രാഥമിക അന്വേഷണമാണ് നടത്തിയത്. എന്നാൽ ഈ മരണം സംഭവിച്ചതോടുകൂടി കൂടുതൽ ഗൗരവകരമായ അന്വേഷണം പോലീസ് ഏതായാലും ഇക്കാര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആ വിധത്തിലുള്ള അന്വേഷണം നടത്തും എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും രണ്ടുപേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നു. ഇതിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഇളയ മകൻ ജിജേഷിന് നേരത്തെ തന്നെ ചില ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി തീർത്തും അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഈ വിധത്തിൽ വിഷം അകത്തു ചെന്ന നിലയിൽ അദ്ദേഹത്തെയും കാണപ്പെട്ടത്. അല്ലെങ്കിൽ സംഭവം സംബന്ധിച്ച് വലിയ ആരോപണങ്ങളും മറ്റും ഈ ബത്തേരിയിൽ ഉൾപ്പെടെ ഉണ്ടാവുന്നുണ്ട്. ശരി, വ്യക്തമാണ്. അനൂപ് കെയറാണ് വിവരങ്ങൾ നൽകിയത്. വിഷം ഉള്ളിൽ ചെന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന വയനാട് DCC ട്രഷറർ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്.